നമ്മുടെ കുട്ടികൾ ഫ്യൂച്ചറിൽ വിജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു പേരൻസും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ അവരുടെ ഇഷ്ടങ്ങളും കഴിവുകളും താല്പര്യങ്ങളും ഒന്നും മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞത് പഠിക്കണം, ഈ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ഉണ്ടാവും, എല്ലാവരും തന്നെയാണ് പഠിക്കണം, നീയും ഇത് തന്നെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരൊരു വഴിക്ക് തള്ളുമ്പോൾ അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റായ ഒരു തീരുമാനമാവാൻ അത് സാധ്യതയുണ്ട്. പലപ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് പാരൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതിലൊരു സംശയവുമില്ല. ബട്ട് ഗുഡ് ഇൻറ്റൻഷൻ അലോൺ ഇസ് നോട്ട് ഇനഫ്. റൈറ്റ് ഡയറക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്താൽ ഡോക്ടർ ആവണം, കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്താൽ അക്കൗണ്ടൻ്റ് ആകണം എന്നുള്ള പഴയ ചിന്താഗതികൾക്കൊക്കെ ഇന്ന് റെലവൻസ് കുറവാണ്. ഇന്ന് ലോകം മാറിയിരിക്കുന്നു, കരിയേഴ്സ് മാറിയിരിക്കുന്നു. സ്കിൽസാണ് ഇന്ന് റിയൽ ക്വാളിഫിക്കേഷൻ. AI സ്കിൽ സ്കാൻ അസസ്മെൻറ്റ് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സ്കിൽസ് സയൻറ്റിഫിക്കലി അനാലിസിസ് ചെയ്ത് ഏത് കോഴ്സ്, ഏത് കരിയർ അവൻ ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് കണ്ടെത്തുന്ന ഒരു സ്മാർട്ട് ടൂളാണ്. ഇത് പാരൻസിൻ്റെ ഡിസിഷനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്നല്ല, പാരൻസിന് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗൈഡാണ്. പാരൻസ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളല്ല നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള അവസരങ്ങളാണ് കൊടുക്കേണ്ടത്. ഒരു മീനിനോട് മരം കയറാൻ പറഞ്ഞാൽ അതിനത് സാധിക്കാത്തത് അതിൻ്റെ കഴിവുകേടല്ല, അതൊരു തെറ്റായ എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ തന്നെയാണ് ഒരു തെറ്റായ കോഴ്സും തെറ്റായ പ്രഷർ, തെറ്റായ കമ്പാരിസൺ, ഇവയെല്ലാം. ഒരു ശരിയായ അസസ്മെൻറ്റ് ഒരു കുട്ടിയുടെ വർഷങ്ങളായിട്ടുള്ള കൺഫ്യൂഷൻസ് മാറ്റും, കോൺഫിഡൻസ് കൂട്ടും, പാരൻസിൻ്റെ ഫിയറും ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്യും, ഫ്യൂച്ചറിലേക്കുള്ള ഒരു റൈറ്റ് പാത്ത് തുറക്കും. അതിനാൽ പാരൻസിന് അവരുടെ കുട്ടികളെ ഫോഴ്സ് ചെയ്യാതെ സയൻസ് ബേസ്ഡ് അസസ്മെൻ്റായ AI സ്കിൽ സ്കാൻ അസസ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റിയെ പ്ലാൻ ചെയ്യാം. റൈറ്റ് കോഴ്സ്, റൈറ്റ് കരിയർ, റൈറ്റ് ഫ്യൂച്ചർ. സ്റ്റാർട്ട് വിത്ത് റൈറ്റ് അസസ്മെൻറ്റ്.